ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും? ആര് കാണും? ആങ്ങളിപ്പ ഇങ്ങ എത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ടേട്ടാ. എന്താ അന്തപ്പൻചേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങളിപ്പ ഇങ്ങ എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത്. അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്താ ദൈവവചനം? സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികളുടെ ലിസ്റ്റിൽ കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലും ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന. നീ നോക്കിക്കോ, അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോളാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോളാ അത് ഈ മത്തായിയുടേതായിരിക്കും. എങ്കിൽ കാണാമടാ പരട്ടെ. എങ്കിൽ കാണാമടാ പട്ടി. Yes, sir. Confirmed. Thank you very much. എന്താ? കുട്ടപ്പായി മുതലാളി ഒന്ന് കാണണം. മുതലാളി റൂമിലാ. 1 മിനിറ്റ്. ഹലോ സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. കൊടുത്തേ. ഞാനാ ദീനാമ്മ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഒരത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. നിങ്ങൾ പോ. അത് ഞാനങ്ങ് വന്നേക്കാം. നിങ്ങൾ പോ. ആരാ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയത്? ചോദിച്ച കേട്ടില്ലേ ആരാ പോയെന്ന്? കല്ലൂക്കാരൻ കുട്ടപ്പായ്ക്ക് ഈ പാതിരാത്രിയിൽ ചുങ്കത്താനത്ത് തന്നെ ഇടപാട്. എന്ന് തുടങ്ങി ഈ ബിസിനസ്? നിങ്ങളെ പറ്റി നാട്ടുകാർ പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആരായിരുന്നു കുട്ടപ്പായുടെ കൂടെ? അമ്മയോ അതോ? എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു,
പക്ഷെ ഒന്നും അറിയാത്ത എന്റെ മോളെ പറ്റി പറഞ്ഞാൽ സഹിക്കത്തില്ലല്ലേ? അപ്പൊ ഞാൻ കണ്ടതൊക്കെയോ? സണ്ണിച്ചൻ കണ്ടു നേര് തന്നെയാ. എന്നെ കാണാനാ കുട്ടപ്പായി വന്നത്, എന്റെ മോളെ കാണാനല്ല. കല്ലൂക്കാരന്മാർ നെറികെട്ടവരാണേലും സ്വന്തം മോളുടെ കിടക്ക് പങ്കിടാൻ കുട്ടപ്പായി അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് എന്നെ വഞ്ചിച്ചു പോയ ആ മനുഷ്യനെ ഞാനാ വീണ്ടും വരുത്തിയത്. അയാളുടെ ചോരയിൽ പിറന്ന ഇവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ. സണ്ണിച്ചാന്റെ ഐഡിയ കൊള്ളാം. കല്ലൂക്കാരന്മാരെ വെട്ടാൻ ഇതിനപ്പുറം ഒരു തുറുപ്പില്ല. അതിന് കടമ്പകൾ പലതുണ്ട്. 10-18 വർഷമായിട്ട് കാലഹരണപ്പെട്ട ഒരു കേസ് നമുക്ക് കുത്തിപ്പോക്കുണ്ട്. കുട്ടപ്പായിൽ നിന്ന് ജീവനാംശം തേടി ദീനാമ കോടതിയിലെത്തുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയ എവിഡൻസ് വേണം. ഒന്നാമതായി ദീനാമയിൽ കുട്ടപ്പായിക്ക് ജനിച്ച മോളാണ് ആനിയും നമ്മൾ തെളിയിക്കണം. പിന്നെ അയാളുടെ ചതിയും വഞ്ചനയും തെളിയിക്കണം. ഇതിനൊക്കെ പഴയ ചരിത്ര പുസ്തകം തേടി പോകേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പൊക്കാവടാ, എല്ലാം പൊക്കാം. ആനിയെ പറ്റിട്ട് ആശുപത്രി തൊട്ട് കിട്ടാവുന്നതെല്ലാം നമുക്ക് പോക്കാം. പക്ഷേ അതിനു മുമ്പ് പിടിപ്പുള്ള ഒരു വക്കീലിനെ സംഘടിപ്പിക്കണം. അതൊക്കെ, പക്ഷേ കുട്ടപ്പായുടെ ബ്ലഡ് ഗ്രൂപ്പ് മുതൽ നമ്മൾ ചെയ്യണം. എന്നാലേ കേസിന് ബലമുള്ളൂ. അപ്പനും മക്കളും കൂടെ ആ കല്ലൂക്കാരന്മാരെ വീഴ്ത്താൻ എത്ര കുഴി വേണേലും കുടിച്ചു. പക്ഷെ ആ കുഴിയില് ആ ദീനാമ്മയും മോളെയും വീഴ്ത്തല്ലേ? അയ്യേ, അമ്മച്ചി എന്നെ വർത്താനേ പറയുന്നേ. അവരെയും കൂടെ സഹകരിപ്പിച്ചല്ലേ കേസ് നടക്കത്തുള്ളൂ. അപ്പച്ചെന്നാ ഒന്നും മിണ്ടാത്തെ? ഒരു നിമിഷം ഞാൻ എന്റെ സൂസന്റെ പെങ്ങളെ ഓർത്തു പോയിടാ. റബർപ്പുരയുടെ മോന്തായത്തിൽ തൂങ്ങി നിന്ന് ആ ശവം കണ്ടിച്ചിടാൻ ഒന്നും അറിയാത്തവനെ പോലെ അന്ന് അവനും ഉണ്ടായിരുന്നു. കല്ലൂക്കാരൻ കുട്ടപ്പായി. കോലഞ്ചേരി പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് കാഞ്ഞിരപ്പള്ളി തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ വലിച്ചെറിഞ്ഞത് കല്ലൂക്കാരൻ കുട്ടപ്പായിയ. ഇപ്പോ ദീനാമ്മ എന്റെ സൂസന്നയ്ക്ക് സവാണടാ. ആ പെങ്കൊച്ചിന്റെ മാനം കളയരുതേ. എനിക്കത്രേ പറയാനുള്ളൂ. ദീനാമ്മയും മോളും നമ്മളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. സണ്ണി, ദീനാമ്മയ്ക്കും മൂക്കും എന്നും കാഞ്ഞിരപ്പള്ളിക്കാരുടെ തളനും തുടയും ഉണ്ടാവുമെന്ന് പറഞ്ഞടാ. കാര്യങ്ങൾ പറഞ്ഞ തലേ കേടാത്തെന്തോ ദീനാമച്ചി. ഇതിപ്പം നിങ്ങളുടെ നിലപാട് എന്താ തോന്നും? നിർബന്ധം കാഞ്ഞിരപ്പള്ളിക്കാർക്കാന്ന്. നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ദീനാമച്ചി തോന്നുന്നുണ്ടോ? ഉണ്ടോ? നീ പറ. കേസും കോടതി എന്നൊക്കെ പറയുമ്പോ കരക്കാർക്ക് കളിയാക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട, അത് ഓർത്തിട്ടാ. ഇത് കേൾക്കുമ്പോഴെനിക്ക് നിങ്ങൾ ഈ പറയുന്ന കരക്കാരെങ്കിലും ആണോ നിങ്ങളുടെ കഞ്ഞിക്കലം തിളപ്പിക്കുന്നത്? അല്ലല്ലോ. അന്തിയാവുമ്പോ നിങ്ങളുടെ കഥയെ വന്ന് മുട്ടാനല്ലാതെ ഉമാരെ കൊണ്ടൊക്കെ എന്താ ഗുണം? ഇനി സണ്ണിച്ചൻ പറ, ഞാൻ കേക്കാം. കുട്ടപ്പായയുടെ മകളാണ് ആനി. കല്ലൂക്കാരൻ കുടുംബത്തിൽ കഴിയേണ്ടവൾ. തന്തയില്ലാത്തവളെ പോലെ 10-20 വർഷം കഴിഞ്ഞില്ലേ? കേസിന് പോയാ പിന്നെ അയാളും അനിയന്മാരും എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. ഓ പിന്നെ തണ്ണിച്ചന്റെ കയ്യപ്പം മുളക് പറിക്കാൻ പോകും. കടലിൽ ഇറങ്ങിയാലും മറുകര കണ്ടിട്ടേ കറിയാച്ചനും മക്കളും തിരിച്ചു വരാറുള്ളൂ. അതാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ നയം. എന്റെ പൊന്ന് ദീനാമ്പറ്റി, ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. ഈ വക്കാലത്ത് പേപ്പറിലോട്ട് ഒന്ന് ഒപ്പിട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൈയും കെട്ടി ഇരുന്നച്ചാ മതി. കച്ചേരി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമരകം പോകുന്നവനാ നമ്മുടെ വക്കാലത്ത്. ആർജി കാലക്കും. ഇന്ത്യ ഈസ് മൈ കൺട്രി. ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ പത്രം തുറന്ന ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അറിഞ്ഞോ? നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരെ കുട്ടപ്പായില്ലേ? എന്താ തട്ടിപ്പോയോ? അയാള് വീണ്ടും അപ്പനായി. അയ്യോ, അതെങ്ങനെയാടൂ? ഇന്നലെ കൂടെ മുതലാളിയുടെ കൊച്ചമ്മ ഞാൻ കണ്ടതാ. ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല, ചുങ്കത്താനത്തെ ദീനാമടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യ, അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കെട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനെയാ മുതലാളിയുടെ ഫേസ് കെട്ട് വന്നെന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നൂ? നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയും മോളെയും കൊണ്ടൊരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആകാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ, പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസെങ്കിലും അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ട് പോട്ട് പോട്ട്. അമ്മച്ചി അറിഞ്ഞ കല്ലൂക്കാരൻ കുട്ടപ്പാടെ ഡ്യൂപ്ലിക്കേറ്റ് മോളാ ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ?